നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. യാത്ര വേറെ എവിടേക്കും അല്ല, നമ്മളൊന്ന് കൊച്ചി വരെ പോവാണേ. ഇതിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാരും പോയി ഒന്ന് കാണണേ. ഇനി നമ്മൾ കൊച്ചിക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് രണ്ട് പേപ്പർ വർക്ക്സ് ഉണ്ട് കേട്ടോ നമുക്ക്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിലൊന്ന് കയറണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ആദ്യം നമുക്ക് വില്ലേജ് ഓഫീസിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. നമ്മൾ ഓൾറെഡി പേപ്പർ വർക്ക്സ് ഒക്കെ നേരത്തെ ചെയ്ത് പോയതുകൊണ്ട് തന്നെ അധികം പോസ്റ്റ് കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു. നമ്മുടെ വീട്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക്. ഞാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് മീൻ വല വിടുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ നോക്കിയിരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ അത്ര കണ്ട് മീനൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു ചേട്ടന്. വലിയ രീതിക്കൊന്നുമില്ല. ഒന്നാമത്തെ ചെളിയാണ് ആ ഭാഗത്തൊക്കെ. അതുകൊണ്ടായിരിക്കും കിട്ടിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ചേട്ടനോട് ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നമ്മുടെ റൂമിൽ കിടന്നു കേട്ടോ. അവിടെ ഫാന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കിടന്നു. അപ്പൊ തന്നെ അമ്മ അവിടെ നിന്ന് ചായ റെഡി എന്ന് പറഞ്ഞു. പിന്നെ ഫുഡ് വേണ്ട, നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ തന്നെ ചാടി എണീറ്റ് വന്നു. 2 കപ്പ് കേക്കും ചായയും കൂടി കുടിച്ചു. പിന്നെ ചേട്ടന്റെ കറങ്ങുന്ന കസാരയിൽ കിടന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കറങ്ങി കളിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ കറങ്ങുന്ന കസാര? ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഗാഢമായ ചിന്തയിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ടെറസിന്റെ മടയ്ക്ക് വലിഞ്ഞു കയറാം. അവിടുത്തെ വ്യൂ ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ വീടിന്റെ മേളിൽ നിന്നുള്ള വ്യൂ. ആക്ച്വലി നമ്മുടെ വീട് നമ്മൾ റെന്റിന് കൊടുത്തിരിക്കുന്ന വീടാണ്. തൊട്ട് മുമ്പിൽ പുഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ആസ് യൂഷ്വൽ കാറി കയറി ഉറങ്ങുന്ന ഞങ്ങൾ, ഈ ഞങ്ങളെന്ന് ഉദ്ദേശം ഞാൻ അമ്മയുണ്ടോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിന്ന് ഉറങ്ങിയില്ല. അമ്മയാണെങ്കിൽ കയറിയത് ഉറങ്ങിപ്പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ വീടെത്തി. വൈകുന്നേരം ആയപ്പത്തിന് വീടെത്തിട്ടോ. എന്താ മുഖം ഫുള്ള് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന പോലെ തോന്നി. അപ്പം തന്നെ പോയി ഒന്ന് കുളിച്ച് കുട്ടപ്പയായിട്ട് വന്നു കേട്ടോ. മുഖം ഫുള്ള് ഡള്ളായിട്ടിരിക്കുന്ന ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ കാപ്പിപ്പൊടിയും ഇച്ചിരി അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ഫേസ് പാക്ക് പോലെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കിടന്നു കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തേക്ക് 3 നെക്സ്റ്റ് വീഡിയോ ഇരുന്ന ബൈ.